ഒരു ഫുൾ ചാർജിൽ IDC റേഞ്ച് 400 കിലോമീറ്റർ നൽകുന്ന സിമ്പിൾ വണ്ണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ അൾട്രയുടെ കേരളത്തിലെ ലോഞ്ച് ഇന്നലെ മലപ്പുറത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ലോഞ്ചിൻ്റെ കൂടെ തന്നെ മലബാറിലെ ഡീലേഴ്സായ AM മോട്ടോഴ്സ് ആദ്യം ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് ഡെലിവറിയും നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കസ്റ്റമേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം ബ്രോ. ഓ നമസ്കാരം. എന്റെ പേരെന്താ? എന്റെ പേര് ജയപ്രകാശ്. ഇതാ വണ്ടി? ഈ വണ്ടിയുടെ എടുത്തു. ഓക്കെ, ഇതിപ്പം നിങ്ങൾ ഇതിന്റെ മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതായിരുന്നു? ഇതിന്റെ മുന്നപ്പോ ഏതറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 3.5 വർഷം മുന്നേ എടുത്തിട്ടുള്ള ഏതർ. അതിപ്പോ ഇത്രയും സമയം കൊണ്ട് നമുക്കൊരു 1,25,000 കിലോമീറ്റർ ഏതർ ഓടിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഡെയിലി ഒരു 100-150 പ്ലസ് ചില ദിവസങ്ങളിൽ ഓടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതർ വീണ്ടും വീണ്ടും ചാർജ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ റേഞ്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വന്നപ്പോ അത് സിമ്പിൾ അൾട്രയിലേക്ക് എത്തിയതാണ്. ഫാസ്റ്റ് ചാർജർ ഉണ്ടല്ലോ അല്ലേ? അതെ, ഫാസ്റ്റ് ചാർജർ ഉണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു ടൈം ഡിലേ വരുന്നുണ്ട്. ചില സമയത്ത് അത് വർക്കിംഗ് ആവാതെ ചിലപ്പോൾ ബിസി ആകും. അപ്പൊ നമുക്ക് ഒരു 200 പ്ലസ് കിട്ടിയാൽ നമുക്കത് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിലേക്ക് തെരഞ്ഞെടുത്തതാണ്. ഡെയിലി എത്ര കിലോമീറ്റർ ഓടാറുണ്ട്? ചില ദിവസങ്ങളിൽ 100 പ്ലസ് വരും. ചില ദിവസങ്ങളിൽ, ചില ദിവസം 100 റേഞ്ചിലൊക്കെ ഓടുക. ഇത് 400 കിലോമീറ്റർ IDC റേഞ്ച് അല്ലേ? അതെ അതെ, IDC റേഞ്ച് പറയുന്നത് 300 കിട്ടും. ഏകദേശം ഒരു 250 പ്ലസ് 300 ബിലോ ആയിട്ട് കിട്ടേണ്ടതാണ്. നമുക്ക് ഏകദേശം ഒരു 150-200 കിട്ടിയാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇതിന്റെ വില നിങ്ങൾക്ക് മുതലാവോ? വില ഏകദേശം നമ്മൾ ഏതറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തോളം ഏതറിന് ഇപ്പൊ റേറ്റ് വരുന്നുണ്ട്. അതിനേക്കാൾ ഒരു 70 കൂടെ കൂടുന്നുണ്ട്. പക്ഷെ അതിന്റെ 2 ഇരട്ടി അധികം റേഞ്ച് ഇതിന് കിട്ടുന്നുണ്ട്. ഞാന് ഫീൽഡ് വർക്കാണ് എനിക്ക്. അപ്പൊ ഡെയിലി ഒരു കിലോമീറ്റർ ഓടും? 100 പ്ലസ് ഓടുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ. അതെ അതെ അതെ. മാസം എങ്ങനെയാലും ഒരു 3000 കിലോമീറ്ററിന്റെ മുകളിൽ ഓടുന്നുണ്ട്. 3000-4000 കിലോമീറ്റർ എന്തായാലും കവർ ചെയ്യും. കഴിഞ്ഞപ്പം ഏത്തറിൽ 1,20,000 കിലോമീറ്റർ, അത് 3.5 വർഷം കൊണ്ട് 1,25,000 ആയി. അപ്പൊ ഏകദേശം എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു നോക്കിയിരുന്നോ? ഏകദേശം ഏകദേശം ഒരു 2-3 ലക്ഷം റുപ്യോളം ഒരു ലാഭം നമുക്ക് പെട്രോളിന്റെ ഇനത്തിലേക്ക് കിട്ടുന്നുണ്ട്. ആ വണ്ടി ഇപ്പൊ എന്ത് ചെയ്തു? ആ വണ്ടി ഇപ്പൊ കയ്യിലുണ്ട്. ഇനി അത് ഇതിന്റെ ഇതും കൂടെ നോക്കിയിട്ട് അത് ചിലപ്പോ കൊടുക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലൂടെ നിലനിർത്തും. നമസ്കാരം ബ്രോ. നമസ്കാരം. എന്റെ പേരെന്താ? സജിത്ത് അല്ലേ? സജിൽ. ഇതിപ്പോ 400 കിലോമീറ്റർ കിട്ടുന്ന ഒരു വണ്ടിയല്ലേ? അപ്പൊ IDC റേഞ്ച് അല്ലേ? അപ്പൊ 300ന്റെ അടുത്ത് കിട്ടിയായിരിക്കും ട്രൂ റേഞ്ച്. നിങ്ങൾക്ക് ശരിക്കും ഇത്രയും കിലോമീറ്ററിന്റെ ആവശ്യം എന്താ? ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? നമ്മൾ ഏതർ ആദ്യം യൂസ് ചെയ്തായിരുന്നു. ഏതർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 100ന്റെ ഉള്ളിലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുള്ള റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ ഒന്നുകൂടി മാറ്റി ചിന്തിച്ചു, ഒന്നുകൂടി കൂടുതൽ റേഞ്ചിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇതിലേക്ക് കടന്നു മാത്രം. അപ്പോൾ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? അത് ചില ദിവസം കൂടുതൽ ഓടും, ചില ദിവസം കുറവ് ഓടും. നമ്മൾ വർക്ക് ലോങ് ആണെന്ന് വെച്ചാൽ ലോങ് അതിനനുസരിച്ച് ഓടും. ചില ദിവസം കുറവായിരിക്കും, ചില ദിവസം നല്ല വർക്ക്. എന്താ വർക്ക്? വെൽഡറാണ്. ഇപ്പം ഏത്തറിൽ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി നിങ്ങൾ? ഏതെല്ലാം 55,000 കഴിഞ്ഞു. ആ വണ്ടി ഇപ്പം എന്ത് ചെയ്തു? വീട്ടിലുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഒരു വണ്ടിയും കൂടി എടുത്തു. ഒരു വണ്ടി കൊണ്ട് എടുത്തു അല്ലേ? ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടല്ലോ, ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പൊ ഉണ്ട്. എനിക്ക് തോന്നുന്നു 6-7 ബ്രാൻഡ്സ് ഉണ്ട്, നല്ല ബ്രാൻഡ്സ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സിമ്പിൾ ചൂസ് ചെയ്യാനുള്ള കാരണം? ഞാൻ മുന്നേ കുറെ റിവ്യൂ നോക്കിയായിരുന്നു, കുറെ യൂട്യൂബിലൊക്കെ നോക്കി. അപ്പൊ സിമ്പിളാണ് എനിക്ക് ഇഷ്ടമായത്. ഏതർ എടുക്കുമ്പോൾ ഞാൻ സിമ്പിളാണ് നോക്കി, പക്ഷെ സിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൽ. അപ്പൊ നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് 3 കൊല്ലമായി. ആ ഏതറാണ് എടുത്തത്. ആ സമയത്ത് ഏതർ ഉള്ളതുകൊണ്ട് ഏതർ എടുത്തു. ഇപ്പൊ ഇത് വന്നപ്പോൾ ഇതെടുത്തു. ഇതിപ്പോ ബുക്ക് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി കിട്ടിയത്. എന്തായാലും ഞാൻ ബ്രോയുടെ നമ്പർ ഒന്ന് മേടിക്കുന്നുണ്ട്. കാരണം കുറെ ഓടിയതിന് ശേഷം എനിക്കൊരു കസ്റ്റമർ റിവ്യൂ വേണം, ഓടിയതിന് ശേഷമുള്ള റിവ്യൂ. നമുക്ക് വീണ്ടും ചെയ്യാന്നാല്. ഓക്കെ, എന്തായാലും താങ്ക് യു വെരി മച്ച് ബ്രോ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നമസ്കാരം. എന്തായിരുന്നു പേര്? ഉസ്മാൻ. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതായത് നിങ്ങൾ മുമ്പ് ഉപയോഗിച്ച വണ്ടി ഏതായിരുന്നു? മുമ്പ് ജിമോപ്പൈ ഉപയോഗിച്ചിരുന്നത്. ജെമോപ്പൈ ഇലക്ട്രിക് വണ്ടി തന്നെ ഉപയോഗിച്ചല്ലേ? ഓക്കെ, പെട്ടെന്ന് സിമ്പിളിലേക്ക് വരാനുള്ള കാരണം എന്താ? ഇത് റേഞ്ച് ഏറ്റവും കൂടുതലുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് 300 കിലോമീറ്റർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് മാറാൻ കാരണം. ഓക്കെ, അപ്പൊ എന്താ വർക്ക് എന്താ ചെയ്യുന്നത്? കോൺട്രാക്ടറാണ്. അപ്പൊ ഡെയിലി എത്ര കിലോമീറ്റർ ഓടാറുണ്ട്? ഡെയിലി ഒരു 150-200 കിലോമീറ്റർ. 200 കിലോ. അപ്പൊ മറ്റു വണ്ടികളിൽ 200 കിലോമീറ്റർ കിട്ടുന്ന വണ്ടികളില്ലേ? 200 കിലോമീറ്റർ നമ്മൾ ഏതറിലേക്കൊന്ന് ശ്രമിച്ചു, അത് അത്ര തന്നെ കിട്ടൂല എന്നുള്ളത്. 190 കിട്ടൂല അല്ലേ? കിട്ടൂല എന്നുള്ള രീതിയിലാണ് അറിഞ്ഞത്. അപ്പൊ ഇതിന് 300 കിട്ടുന്നുള്ള രീതിയിൽ കൊണ്ട് ഇതിലേക്ക് വരാൻ കാരണം. അപ്പൊ ഇത്രയും വില കൊടുത്തിട്ട് വാങ്ങുമ്പോൾ അത് മുതലാവും എന്നുള്ളൊരു തോന്നലുണ്ട്. എണ്ണ പെട്രോളിന്റെ ഒരു കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ലോങ് ടേമിലല്ലേ? ഓക്കെ, എന്തായാലും താങ്ക് യു ബ്രോ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഒന്ന് പേര് പറയോ?
കൃഷ്ണദാസ് അല്ലേ? ഹലോ. ഓക്കെ, ഞാൻ ഇപ്പോൾ കേട്ടു നിങ്ങൾ ഓൾറെഡി ഇലക്ട്രിക് വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. സിമ്പിൾ വണ്ടിൻ്റെ ആണോ യൂസ് ചെയ്യുന്നത്? അത് വാങ്ങിയിട്ട് കുറേ ആയോ? ഒരു 5 മാസം. 5 മാസം. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഏകദേശം. ഓക്കെ. ഇത് പെട്ടെന്ന് ഇപ്പം 5 മാസം കൊണ്ട് പുതിയൊരു വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്? അല്ല, ആൾറെഡി നമ്മൾ ഒരു ഫേമാണ്, KBS ടെക്നോളജി പറഞ്ഞ ഫേമിലാണ്. ഫീൽഡ് വർക്കേഴ്സ് കുറേ ഉണ്ട്. ഓക്കെ. അപ്പൊ ആദ്യം ഒന്ന് സെൽഫായിട്ടൊന്ന് യൂസ് ചെയ്തു. Gen 1 യൂസ് ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ഫീൽഡ് ടെക്നീഷ്യന് വേണ്ടിയിട്ട്, ഫീൽഡിൽ പോകാൻ വേണ്ടിയിട്ട് അടുത്ത ജനറേഷനിൽ നോക്കിയെടുത്തത്. അപ്പോൾ നമ്മളൊരു അറൗണ്ട് ഒരു 10 വെഹിക്കിൾ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ജംഷീദ് സാർ പറഞ്ഞത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് പുതിയ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ നല്ല ഇതാണ്. 5 മാസം കൊണ്ട് നമ്മൾ 2 വണ്ടി യൂസ് ചെയ്തിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ അടുത്തതിലും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സിമ്പിൾ വൺ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഇലക്ട്രിക് വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ഞങ്ങൾ ആദറിന്റെ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ കാർ EV കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാറുണ്ട്, പിന്നെ വെഹിക്കിൾ ആദറും ഉണ്ട്, ഇപ്പോൾ സിമ്പിൾ വണ്ണും ഉണ്ട്. ചെറിയൊരു കമ്പാരിസൺ ചോദിക്കട്ടെ. അതായത് ഏത്തറിന് ഇപ്പം നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, പക്ഷേ സിമ്പിൾ വണ്ണിന് ആയി വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി എത്രയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട്? അല്ലെങ്കിൽ കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഇതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? കിലോമീറ്റർ എൻ്റെ കൂടുതലോ യൂസ് ചെയ്യുന്ന ആൾ ഇതാണ്. റേഞ്ച് കൂടുതൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. കൂടുതൽ യാത്ര ഉണ്ടെങ്കിലും നമുക്ക് 190 റേഞ്ച് കമ്പനി പറയുന്നു. ഓൾമോസ്റ്റ് 150 മേലെ എന്തായാലും ഉണ്ടാവും. അത്ര യൂസ് വരുന്നില്ല, അറൗണ്ട് 100 കിലോമീറ്റർ അടുത്ത് വരും. കുഴപ്പമില്ല. ഓക്കെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി, താങ്ക് യു. നമസ്കാരം ബ്രോ. എന്താ പേരെന്താ? സുദീൻ അല്ലേ? ഇത് സുഹൃത്തായിരിക്കും. ഷെഫീർ. ഓക്കെ. അതായത് നിങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് വണ്ടികളുണ്ടല്ലോ, ബ്രാൻഡഡ്, അതായത് വർഷങ്ങളായിട്ടുള്ള വണ്ടികളുണ്ട്. ഇതൊരു സ്റ്റാർട്ടപ്പാണ്, ഈ അടുത്ത് ഇറങ്ങിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സിമ്പിൾ വൺ ചൂസ് ചെയ്തത്? സിമ്പിൾ വൺ 2 ദിവസം ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അവിടെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ റൈഡിങ് ക്വാളിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എടുത്താണ്. റേഞ്ച് ഒരു മെയിൻ ഘടകമാണ്. പിന്നെ റേഞ്ച് മാത്രം കണ്ടിട്ടല്ല, റേഞ്ചിൽ ഒരുപാട് വണ്ടികളുണ്ടല്ലോ, റേഞ്ച് മാത്രമല്ല, ഞങ്ങൾ 2 ദിവസം ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി മനസ്സിലായി. ഞാൻ വേറെയും കുറേ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് എടുക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള. വേറെ ഏത് വണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഞാൻ 8 വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മൊത്തം എൻ്റെ കയ്യിൽ 8 ഇലക്ട്രിക് വണ്ടികളുണ്ട്. അതിൽ കൂടുതൽ വിലയാണ്. വേറെയും കുറേ ബ്രാൻഡ് ഉണ്ട്. ഈ എൽഡോർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു വർഷത്തിലധികം ഉപയോഗിക്കാൻ പറ്റില്ല, വണ്ടി ഫ്ലോപ്പായി, കമ്പനി പൂട്ടിപ്പോയി. പിന്നെ ഏതർ ആയിരുന്നു. എടുത്ത വണ്ടികളിലെല്ലാം എനിക്ക് മേന്മ എടുത്ത് പറയാനുള്ളത് ഏതർ മാത്രമാണ്. റേഞ്ചിൻ്റെ കാര്യം മാത്രമല്ല, വണ്ടിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ എല്ലാം നോക്കുമ്പോൾ. പക്ഷെ സിമ്പിൾ എടുക്കുന്നത് വരെ, സിമ്പിൾ എടുത്തതോട് കൂടി ഏതറിനെ ഞാനൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചിട്ട് സിമ്പിളിനെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വണ്ടി എടുക്കാൻ കാരണം? നിങ്ങളുടെ ബിസിനസ് എന്താ ശരിക്കും? ഡെലിവറിയാണ്, ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സാണ്. ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആണ് അല്ലേ? അപ്പോൾ ദിവസം ഒരുപാട് കിലോമീറ്റർ. അതെ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ് അല്ലേ? തീർച്ചയായിട്ടും പ്രോഫിറ്റ്. ഞങ്ങൾ ഒരു വർഷം, 1.5 വർഷം ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ആ വണ്ടി, ആ പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ 1.5 വർഷം ഉപയോഗിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞാലും നമുക്ക് ലാഭമാണ് അല്ലേ? ഓക്കെ. ഇത് അറിയാനായിരുന്നു ബ്രോ. താങ്ക് യു വെരി മച്ച്. ഇതിന് സാധാരണ മറ്റ് വണ്ടികളിൽ നിന്നും വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ച് ആണല്ലേ? അപ്പാർട്ട് ഫ്രം ദറ്റ് വേറെ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് മെയിൻ ആയിട്ട് വരുന്നത്, നമുക്ക് 6.5 ബാറ്ററിയാണ് കിലോവാട്ടിൽ വരുന്നത്. നമുക്ക് 2 ബാറ്ററി ആയിട്ട് ഫിക്സ്ഡ് ബാറ്ററിയാണ് വരുന്നത്. എവിടേക്ക് ബാറ്ററി വരുന്നത്? ഒരു ബാറ്ററി നമുക്ക് ഫ്ലോർ ബോർഡിലാണ് വരുന്നത്. അത് എത്ര കിലോവാട്ട്? 5 കിലോവാട്ട് ബാറ്ററി ഇതിൽ വരും. ഇവിടെ വരുന്നത്? യെസ്. പിന്നെ ബാക്കി 1.5 നമുക്ക് ഇതിൽ ബൂട്ട് സ്പേസിലാണ് വരുന്നത്, ഫിക്സ്ഡ് ബാറ്ററി. പണ്ട് ഇവിടെ റിമൂവബിൾ ഇത് ഫിക്സ്ഡ് ബാറ്ററിയാണ്. അപ്പോൾ ബൂട്ട് സ്പേസ് എത്ര വരുന്നുണ്ട്? 26 ലിറ്റർ വരുന്നുണ്ട്. ആദ്യം എത്ര ഉണ്ടായിരുന്നു? നമുക്ക് 35 ആയിരുന്നു വരുന്നത്. അത് 26 ആയി. അതെ. അൾട്രയിൽ 26 ആയി. പിന്നെ വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? പിന്നെ നമുക്ക് ഇതിലൊരു സിംഗിൾ കളർ മാത്രമേ വരുന്നുള്ളൂ, ഓറഞ്ച് മാത്രമേ ഇതിൽ കളർ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി HS-ന്റെ 1-ലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബേസ് വാറന്റി ആയിട്ട് നമുക്ക് 5 വർഷം 50,000 കിലോമീറ്റർ കൊടുക്കുന്നുണ്ട്. ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എങ്ങനെ? ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം? ഡിസൈനിലൊക്കെ സെയിം ആണ് വരുന്നത്. നമുക്ക് വെയിറ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട്. 139 വെയിറ്റ് വരും. ഈ കളറിന്റെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. വെയിറ്റ് എത്ര കൂടി? 139 ആയിട്ടുണ്ട്. 129 ഉള്ളത് 10 kg കൂടിയിട്ടുണ്ട് അല്ലേ?
ഇതിന് എത്രയാണ് വില വരുന്നത്? വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വാറണ്ടി നമുക്ക് 5 ഇയർ അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് ഓൺ റോഡ് വരുന്നത് 2,68,400 ഓൺ റോഡ് വരുന്നത്. ഓക്കെ. അതേപോലെ വാറണ്ടി ലൈഫ് ടൈം അങ്ങനെ എന്തൊക്കെയാണ്? ലൈഫ് ടൈം നമുക്ക് ഇതിലൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇത് ഒന്നുകിൽ നമുക്ക് 15 വർഷം അല്ലെങ്കിൽ 2 lakh കിലോമീറ്റർ. ഓക്കെ. അതിന് നമ്മൾ നമുക്ക് അഡീഷണൽ പേയ്മെന്റ് വരും, 40,000 രൂപ അഡീഷണൽ പേയ്മെന്റ് വരും. ഓക്കെ. ഓക്കെ. ഈ വാറണ്ടി നിങ്ങൾ 5 വർഷം പറഞ്ഞില്ലേ? അതെ അതെ. അത് 3 ഇയേഴ്സും 30,000 കിലോമീറ്റേഴ്സും ആണ് ബേസിക് അല്ലേ? അതെ അതെ. ബേസിക് നമുക്ക് 5 ഇയർ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് 5 ഇയർ അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വരുന്നത്. അത് വണ്ടീന്റെ കൂടെ തന്നെ വണ്ടിന്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെക്സ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് വരുന്നത്. ഓക്കെ. ഓക്കെ. അത് 8 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യും. 8 വർഷം 80,000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. അതിന് എത്ര രൂപയാണ്? നമുക്ക് 10,000 ആണ് വരുന്നത്. അതിന് ശേഷമാണ് 40,000 കൊടുത്തിട്ട് ലൈഫ് ടൈം ഓപ്ഷൻസ് ആണ്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ. അതേപോലെ ഇതിന്റെ 6.5 kWh ബാറ്ററി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചാർജിങ് ടൈം നല്ലോണം എടുക്കൂലേ? അതായത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 മണിക്കൂറും 30 മിനിറ്റ് ആണ് 0 to 80% വരുന്നത് ചാർജ് ചെയ്യാനുള്ള ടൈം. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് ബോൾട്ട് ആയിട്ട് ഗ്രിഡിൽ ചെയ്യുന്ന സമയത്ത് 2.25 മണിക്കൂർ മതി. അതുകൊണ്ട് 80% ആവും ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. ഈ 2,68,000 നേരത്തെ പറഞ്ഞില്ലേ, അത് ഓൺ ദ റോഡ് പ്രൈസ് ആണോ? അതെ അതെ. നമുക്ക് ഓൺ റോഡ് പ്രൈസ് ആണ് 2,68,900 ഓൺ റോഡ് വരുന്നത്. ഓൺ ദ റോഡ് വരുന്നത്. ഓക്കെ. ആ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്തൊക്കെയുള്ള ഡിസ്പ്ലേ? നമ്മുടെ ക്ലസ്റ്റർ വരുന്നത് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. സെൻസർ അല്ല, ഇത് സെൻസറാണ്. നമ്മൾ ഓട്ടോ ബ്രൈറ്റ്നസ് വേണ്ടി നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ ലൈറ്റ് കുറയുന്ന സമയത്ത് ഓട്ടോ ബ്രൈറ്റ്നസ് ആകും. ഓക്കെ. പിന്നെ നമുക്കിത് ഫീച്ചേഴ്സിൽ കുറേ സ്കൂട്ടർ, നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൽ 4 മോഡ്സ് വരുന്നുണ്ട്. ഓക്കെ. റോഡ്, റെയിൻ, ട്രാക്ക്, റാലി, പിന്നെ റീജനറേഷൻ 4 ലെവൽ വരെ വരുന്നുണ്ട്. സൂപ്പർ ഹോൾഡ്, പിന്നെ ചാർജിങ് 3 ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക, ഓട്ടോ ബ്രൈറ്റ്നസ് ആകാം, ഓഫ് ചെയ്തുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സൗണ്ട്സിൽ ഇൻഡിക്കേറ്ററിൻ്റെ നമുക്ക് പാർക്കിംഗ് സൗണ്ടൊക്കെ ഓഫ് ചെയ്തിടാം, മ്യൂട്ട് ചെയ്തിടാം. പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റ് നമ്മൾ കീ ഓഫ് ചെയ്താലും ഇതിൽ 5 സെക്കൻഡ്സാണ് കാണിക്കുന്നത്. ഇതൊരു 15 സെക്കൻഡ്സ് വരെ മാക്സിമം ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. വണ്ടി ഓഫ് ചെയ്താലും ലൈറ്റ് ഓൺ ആയിരിക്കും. ഓക്കെ. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കുറേ കാര്യങ്ങളാണ്. പിന്നെ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് ആണ്. ഓക്കെ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ എല്ലാം ഓണാണ്. അപ്പോൾ റീജനറേഷൻ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? അതെ അതെ. അപ്പോൾ എനിക്കിതില്ല. നമുക്കൊരു പോക്കറ്റ് അഡീഷണൽ വന്നിട്ടുണ്ട് Gen 2 മോഡലിൽ. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഓപ്ഷൻസ്. ഓക്കെ. ആദ്യം മറ്റേ ബൂട്ട് സ്പേസിലായിരുന്നു അല്ലേ? അതെ അതെ. പിന്നെ അത് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അത് കീബോർഡിൽ അല്ല, ഐ മീൻ സ്വിച്ചസിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലിപ്പോൾ അഡീഷണൽ ക്രൂയിസ് കൺട്രോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ഹസാർഡ് സ്വിച്ച്, ഇത് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ, ഇത് മോട്ടർ ഓഫ് ആണ്. ഓക്കെ. ഓക്കെ. ഈ ഭാഗത്ത് പിന്നെ ഇതിൽ നമുക്ക് ഹോണ്ട സ്വിച്ചസ് അത് വരുന്നത്. ഇത് നമ്മളെ ജോയ്സ്റ്റിക്ക് നമുക്ക് മീറ്ററിൽ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ആണ്. ഓക്കെ. ഇത് ഇൻഡിക്കേറ്റർ ബട്ടൺ, ഇത് പാസ് ലൈറ്റ്, ബ്രൈറ്റ് ഡിം. ഓക്കെ. ഓക്കെ. ഈ സ്പീക്കറാണോ അത്? ഇത് നമ്മളെ ബസ്സറാണ്. ഇൻഡിക്കേറ്റർ സൗണ്ട്, വണ്ടി ഓൺ ചെയ്യുന്ന സമയത്തുള്ള സൗണ്ട്സ്. അത് അവിടെ നിന്ന് വരുന്നത് അല്ലേ? ഓക്കെ. ചാർജിങ് പോർട്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഓക്കെ, ഫൈൻ. ഇതിപ്പോൾ നമ്മൾ വണ്ടിയുടെ ജസ്റ്റ് ഒരു വണ്ടി എന്താ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പം എനിക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് വിട്ടുതരാൻ പറ്റും? ഒരു ടെസ്റ്റ് റൈഡും റേഞ്ച് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ വെച്ചാൽ നെക്സ്റ്റ് ലോഡിൽ തന്നെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് തന്നെ ഒരു വണ്ടി വെഹിക്കിൾ വരുന്നുണ്ട്. അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തതാണ്. മോട്ടോർ പവറിൽ മാറ്റമൊന്നുമില്ല. 8.8 കിലോവാട്ട് പീക്ക് പവർ തന്നെയാണ്. ബെൽ ഡ്രൈവ് ആണ്. 4.5 കിലോവാട്ടാണ് നോമിനൽ പവർ കേട്ടോ. 5 റൈഡിംഗ് മോഡുകളുണ്ട്. അതുപോലെ തന്നെ 115 km/h ആണ് ടോപ്പ് സ്പീഡ്. അപ്പോൾ ഓക്കെ ഇതിന് താങ്ക് യു. കാണാം. ഓക്കെ.